നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മീഡിയൻ വെച്ച് നിന്നുപോയി. അപ്പം മീഡിയൻ തൊട്ട് ഈ ക്ലാസ്സിൽ തുടങ്ങാം. മീഡിയൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മീഡിയൻ്റെ ഫോമുല ഞാൻ വേറെ എഴുതുക. മീഡിയൻ ഇസ് ഈക്വൽ ടു ഫോമുല എന്ന് പറയുന്നത് L പ്ലസ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ ഫ്രീക്വൻസി ഇൻറ്റു H. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഫുള്ള് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ട ക്ലാസ് ഇൻ്റർവെൽ ഫ്രീക്വൻസി. ക്ലാസ് ഇൻ്റർവെൽ 2 to 4, 4 to 6, 6 to 8, 8 to 10 എന്ന് വന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 2, 3, 4, 3 എന്ന് വന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ 12 കിട്ടും. ഇതാണ് n എന്ന് പറയുന്നത് കേട്ടോ, n. അപ്പോൾ n എന്ന് പറയുന്നത് 12 ആണ്. n/2 എന്ന് പറയുന്നത് 6 ആണ്. ഇത് മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ അതുപോലെ തന്നെ എഴുതുക, എന്നിട്ട് രണ്ടാമത്തെ ആയിട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ 5. ഇനി 5 + 4 അപ്പോൾ എന്താ 9. ഇനി 9 + 3 അപ്പോൾ എന്താ 12. അങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ഓൾറെഡി n/2 കണ്ടുപിടിച്ചിട്ടില്ലേ, ഈ n/2-നേക്കാളിലും കൂടുതലുള്ള ഒരു നമ്പർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്ന് കണ്ടുപിടിക്കണം. ജസ്റ്റ് മേളിലുള്ള നമ്പർ ഏതാ, 6ൻ്റെ മേളിൽ 7 ഇല്ല, 8 ഇല്ല, പിന്നെ 9 ഉണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യണം. ഈ ഒരു ക്ലാസ്സാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അങ്ങനെയാണ് മീഡിയൻ ക്ലാസ് സെലക്ട് ചെയ്യുന്നത്. ഈ മീഡിയൻ ക്ലാസ്സിൻ്റെ ഈ ഒരു ലോവർ ലിമിറ്റ് ഇല്ലേ, അതാണ് L = 6. n/2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 6. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഒരു മീഡിയം ക്ലാസ് കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ തൊട്ട് മേളിലുള്ളതിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കേണ്ടത്, വിച്ച് ഈസ് 5. ഇനി ഫ്രീക്വൻസി ആയിട്ട് എടുക്കേണ്ടത് ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസി, വിച്ച് ഈസ് 4. ഇതെല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF/F ഇൻറ്റു H. അതായത് L 6 × 6 മൈനസ് 5/4 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 6.5. ഇങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കട്ടെ. അപ്പം നമ്മൾ മീഡിയൻ്റെ ഇത്രേ ഉള്ളൂ. ഇത് ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ്, നമ്പർ ഓഫ് ഒക്കറൻസ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. H എന്ന് വെച്ചാൽ ക്ലാസ് സൈസ്, അത് ഇട്ടിട്ടില്ലല്ലേ. H എന്ന് പറയുന്ന ക്ലാസ് സൈസ്, അതായത് നമ്മൾ ഓൾറെഡി ഇത് എടുത്തില്ലേ, ഇതിൻ്റെ സൈസ് എത്ര, 8 - 6 2, അതാണ് H. അതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് പ്രോബബിലിറ്റി പഠിക്കാം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇവൻറ്റ് ഹാപ്പൻ ആവാനുള്ള ചാൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിക്ക് അടുത്തൊരു ടേമാണ് ട്രയൽ. ട്രയൽ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെരിമെൻറ്റിൻ്റെ ആക്ഷനെയാണ് ട്രയൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, അതൊരു ട്രയലാണ്. ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രയൽ നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തതിനെ ട്രയൽ എന്ന് പറയുകയാണെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത് ഹെഡോ അല്ലെങ്കിൽ ടെയിലോ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. എലിമെൻ്ററി ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു വൺ ട്രയൽ മാത്രമുള്ള ഇവൻറ്റിനെയാണ് നമ്മൾ എലിമെൻ്ററി ഇവൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രാവശ്യം നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു, അപ്പം ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ, 1/, എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ, 2, 1/2. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണം, അതായത് അത് വരാനുള്ള ചാൻസ് എന്താണ് ബൈ ടോട്ടൽ ഔട്ട്കം, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി എപ്പോഴും 0യ്ക്കും ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും പ്രോബബിലിറ്റിയുടെ വാല്യൂ. എല്ലാ പ്രോബബിലിറ്റിയും കൂടി സം ചെയ്യുമ്പോൾ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് വിൽ ബി 1. ഇനി ഈക്വലി ലൈക്ലി ഇവൻ്റ് ഔട്ട്കം എന്ന് വെച്ചാൽ എവറി ഇവൻ്റ് ഹാസ് ഈക്വൽ പോസിബിലിറ്റി. അതായത് ഫോർ എക്സാമ്പിൾ അതിനെ നമ്മൾ ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡൈസ് ടോസ് ചെയ്തു, അപ്പോൾ ഡൈസിന് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ 1 വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/6. അല്ലെങ്കിൽ 3 വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? 3 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം, അപ്പം 1/, ടോട്ടൽ 6. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറയുന്നത്.
ഇനി ഷുവർ ഇവൻറ്റ് എന്ന് പറയുന്നത് അത് ആ ഇവൻറ്റ് ഉറപ്പായും സംഭവിക്കും എന്നുള്ളതിനെയാണ് നമ്മൾ ഷുവർ ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. അപ്പം ഷുവർ ഇവൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഡൈ നമ്മൾ ടോസ് ചെയ്തു, 7നേക്കാളും കുറവ് നമ്പർ കിട്ടാൻ ഉള്ള ചാൻസ് എന്താ? ഉറപ്പായിട്ടും കിട്ടും. കാരണം അതിനകത്തുള്ള നമുക്ക് ഡൈ ടോസ് ചെയ്യുമ്പം കിട്ടുന്ന നമ്പേഴ്സ് എല്ലാം ലെസ് ദാൻ 7 ആണ്. ലെസ് ദാൻ 7 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? എത്ര എണ്ണം ഉണ്ട് ലെസ് ദാൻ 7? 1 2 3 4 5 6 ഏതും കിട്ടാം. അത് ബൈ എത്ര എണ്ണം ഉണ്ട്? 6 1. അപ്പം ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളതിൻ്റെ പ്രോബിലിറ്റി 1 ആണ്. ഒരിക്കലും കിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രോബിലിറ്റി, ഒരു ഡൈ ടോസ് ചെയ്തു 8 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? 0 കാരണം ഒരിക്കലും വരില്ല. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ബൈ ടോട്ടൽ നമ്പർ 6 എത്ര? 0. അപ്പോൾ ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി 1ഉം ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി 0ഉം ആണ്. ഇനി കോംപ്ലിമെൻ്ററി ഇവൻറ്റ് എന്ന് പറയുന്നത് പി ഓഫ് പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്ററി ഇവൻറ്റ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അതായത് കോംപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ നോട്ട് ഗെറ്റിംഗ്, അതായത് ഇപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി, അങ്ങനെ അതിനെയാണ് നേരെ തിരിച്ചുള്ളത്. അതിനെയാണ് കോംപ്ലിമെൻ്ററി ഇവൻറ്റ് എന്ന് പറയുന്നത്. ഈ 2 ഇവൻറ്റിൻ്റെ സം എന്ന് പറയുന്നത് 1 ആണ്. ഇനി പ്രോബിലിറ്റിക്കകത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഈ കാർഡ്സ് ഡ്രോ ചെയ്ത് അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിന് കാർഡ്സ് എത്ര എണ്ണം ഉണ്ടെന്നും ഓരോന്നും എത്രയാണെന്നും അറിയണം. നമ്മൾ കാർഡ്സ് ടോട്ടൽ 52 കാർഡുണ്ട്. അതിൽ സ്പെയ്ഡ്, ക്ലബ്സ്, ഹെഡ്സ്, ഡയമണ്ട്, ഹെഡ്സ് അല്ലല്ലോ സോറി, ഹാർട്ട്, ഡയമണ്ട് ഇത്രയാണ് ഉള്ളത്. ഇത് രണ്ടും ബ്ലാക്കും ഇത് രണ്ടും റെഡും ആയിരിക്കും. ഇത് 13 എണ്ണം ഉണ്ട്, ഇത് 13 എണ്ണം ഉണ്ട്, ഇത് 13 എണ്ണം ഉണ്ട്, ഇത് 13 എണ്ണം. അങ്ങനെയാണ് ടോട്ടൽ 52 കാർഡുള്ളത്. ഇതിനകത്ത് ഫേസ് കാർഡ് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ഫേസ് കാർഡ് ഒന്ന് കിങ് ഉണ്ട്, പിന്നെ ക്വീൻ ഉണ്ട്, പിന്നെ ജാക്ക് ഉണ്ട്. പിന്നെ കാർഡിൻ്റെ സീരീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 3 4 5 6 7 8 9 10 അങ്ങനെ 9 കാർഡ്, നമ്പേഴ്സിൻ്റെ 9 കാർഡുണ്ട്. പിന്നെ JQKA അങ്ങനെ 4 കാർഡുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം കാർഡിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ 10th മാത്സ് മെയിൻ പോയിൻറ്റ്സ്.